അപ്പൊ നമുക്ക് അങ്ങനെ സമാധാനത്തോടു കൂടി പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്തെ കുറിച്ചാണ് ഇനി ഗുഡ് നൈറ്റ് ഷോ പറയാൻ വേണ്ടി പോകുന്നത്. ഏത് ജില്ലയിലേക്കാണ് പോകുന്നത്? സ്വാഭാവികമായിട്ടും ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ. ബാക്കി സ്റ്റോറിയിലുണ്ട്. ആലപ്പുഴയിൽ ആളുകളിൽ സമാധാനം തേടിയെത്തുന്ന ഒരു സ്ഥലമുണ്ട്. ഏത് സമയത്തും മനസ്സിന് കുളിർമ നൽകുന്ന കായൽ കാറ്റ് വീശിയടിക്കുന്ന വേമ്പനാട്ട് കായൽ തീരത്തെ തണ്ണീർമുക്കം. പണ്ട് ഇരുട്ടടഞ്ഞ് കിടന്ന തണ്ണീർമുക്കം ബണ്ട് റോഡിൽ ഇന്ന് രാത്രികൾ സജീവമാണ്. നോക്കാം. പുലർകാലവും പകലും സായാഹ്നവും രാത്രിയും അങ്ങനെ ഏത് സമയത്തും ഏത് കാലത്തും തണ്ണീർമുക്കം പോലെ ഇത്ര മനോഹരമായ ഒരു കായലോര ഗ്രാമം മറ്റൊന്നുണ്ടാവില്ല. അതിൻ്റെ ആട ആഭരണം പോലെ മാറ്റുകൂട്ടുന്നത് ഈ തണ്ണീർമുക്കം ബണ്ടാണ്. 3 ജില്ലകളിലായി പരന്നു കിടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കായൽ, അതിൻ്റെ കുറുകെ ആലപ്പുഴ കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തണ്ണീർമുക്കം ബണ്ടും റോഡും. കുട്ടനാട്ടിലെ സമുദ്രനിരപ്പിനേക്കാൾ താഴെയുള്ള കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനായി 1975 നിർമ്മാണം പൂർത്തിയാക്കിയതാണ് തണ്ണീർമുക്കം ബണ്ട്. തണ്ണീർമുക്കം ബണ്ടിലെത്തിയാൽ കായൽക്കാറ്റ് വീശിയടിക്കും. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കായലോര ഗ്രാമങ്ങൾ എത്ര നോക്കിയിരുന്നാലും കായലും കായൽ ഭംഗിയും കണ്ടുതീരില്ല. നല്ലൊരു സ്ഥലമാണ്, കാരണം നല്ല കാറ്റും നല്ല അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് കുറച്ച് നേരം പുറത്തേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒരു കാലത്ത് സന്ധ്യ കഴിഞ്ഞാൽ ആളുകൾ പോകാൻ മടിച്ചിരുന്ന ഇടം, എന്നാൽ പുതിയ വെളിച്ചത്തിൽ രാത്രികൾ സജീവമായി. പഴയ കാലത്തുണ്ടായിരുന്ന രാജാക്കന്മാർ ചരിത്രം പറയുന്നുണ്ട്, ഈ കപ്പലോടിച്ച് മണ്ണ് കൂനിയ ഒരു പാതിരാളെന്ന് പറഞ്ഞ സാധനം അതാ കാണുന്നത്. വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ വരും. അപ്പോൾ ഈ ഒരു ആംബിയൻസ് ആണ്, പാട്ടൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഉണ്ടാവും, അതുപോലെ ചായ കുടിക്കും, അതുപോലെ കുറേ ആൾക്കാരൊക്കെ വരും. ദൂരെ മത്സ്യബന്ധനത്തിന്റെ പൊട്ടുവെളിച്ചങ്ങൾ, നിലാവിൽ തിളങ്ങുന്ന കായലോളങ്ങൾ, ചൂണ്ടയും ചീനവലയും കക്കവാരലുമൊക്കെയായി സജീവമായ ഉൾനാടൻ മത്സ്യബന്ധനം. ഇവിടെ വേറെ എല്ലാ മീനും കിട്ടും, അത് ഇവിടെ വിൽക്കുന്നേ ഉള്ളൂ, അത് വിറ്റ് ആൾക്കാർ ഓരോ പെട്ടിയിൽ ഒക്കെ കൊടുക്കുകയുള്ളൂ. ബണ്ടിന് നടുവിൽ ഇരുവശങ്ങളിലുമായി തുരുത്തുകളുണ്ട്. അവിടെ രാത്രികാലങ്ങളിലടക്കം ഉണർന്നിരിക്കുന്ന ചായ്വാലകളും മറ്റു കച്ചവടക്കാരും. മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാനും വൈകുന്നേരം കൂട്ടുകാരായിട്ട് സംസാരിക്കാനൊക്കെ വേണ്ടി നല്ല ആംബിയൻസ് ആണ്. ആകെയുള്ള ദുരിതം കുണ്ടും കുഴിയും നിറഞ്ഞ ബണ്ട് റോഡാണ്. എങ്കിലും ഒന്ന് ഉഷാറാകാൻ 100 കണക്കിന് ആളുകളാണ് ദിവസവും എത്തുന്നത്. അപ്പോൾ ഇവിടെ വന്നാൽ ഈ കായലും കാഴ്ചകളും മാത്രമല്ല, നല്ല പച്ച മീനും കക്കയിറച്ചിയും കിട്ടും. അപ്പോൾ നാളെ ഒന്ന് കുശാലാക്കാൻ ഞാനും കുറച്ച് കക്കയിറച്ചി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ശുഭരാത്രി. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിപാൽ, 24 ആലപ്പുഴ. പ്രസിഡന്റ്, ഒരു കാലത്ത് ഞാൻ ജോലി കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ പോകുന്നത് ഈ തണ്ണീർമുക്കം ബണ്ട് വഴിയായിരുന്നു. അപ്പൊ പെട്ടെന്ന് എനിക്ക് ആ ഓർമ്മകളൊക്കെ വന്നു. ഇറക്കി ഇങ്ങനെ നിൽക്കായിരുന്നു. നമ്മുടെ മനീഷ് മഹിപാൽ കക്കയിറച്ചിയൊക്കെ വാങ്ങിയിട്ടാണ് പോയത്. അതെന്തായി എന്തോ ഒന്ന് ഷോ കണ്ടു. അവിടെ ഐസ്ക്രീം ഒക്കെ കിട്ടും. അങ്ങനെ അല്ല, ഞാൻ ഐസ്ക്രീമിന്റെ കാര്യം ഓർത്തപ്പോ പറഞ്ഞത്. കക്കയിറച്ചി എനിക്ക് ഇഷ്ടമല്ല, ഞാൻ കഴിച്ചിട്ടില്ല, അതാണ്. ഓക്കെ.